ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നബെക്സ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ PSC പരീക്ഷയ്ക്കും ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ISRO മിഷൻസ് അല്ലെങ്കിൽ ബഹിരാകാശ ദൗത്യങ്ങൾ എന്നുള്ളത്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ PSC പരീക്ഷകൾക്കും LDC, VFA, LGS, അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഒരു മാർക്ക് ഷുവറായിട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക. കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നബെക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലും അതുപോലെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്സ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്ത് ചെയ്യുക, നബെക്സ് അക്കാഡമിയെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത് ISRO നടത്തിയ അടുത്ത കാലത്ത് ആനുകാലികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ISRO ദൗത്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഒന്നാമത്തെ ISRO മിഷൻ എന്ന് പറയുന്നത് CMS-03 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ CMS-03 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു കോഡിലൂടെ നമുക്ക് പഠിക്കാം. CMSൻ്റെ C എന്ന് പറയുന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർമ്മിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ISROയുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൗത്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CMS ആണ്. ഓക്കെ, CMS-03 ആണ് ഇതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിക്ഷേപണം എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ചോദ്യം വരാം, ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വാർത്താവിനിമയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് വരണം. അപ്പോൾ അതിൻ്റെ C ആണ്, CMS-03 ആണ് ഇന്ത്യയുടെ ISROയുടെ വാർത്താവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപഗ്രഹം. എന്നാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അത് വിക്ഷേപിച്ചിരിക്കുന്നത് 2025 നവംബർ 2-നാണ്. 2025 നവംബർ 2-നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, CMS-03 വിക്ഷേപിച്ചിരിക്കുന്നത്. വിക്ഷേപണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാഹനം എന്താണ്, ISROയുടെ ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള LVM-3M5 മാർക്ക് 5 എന്ന് പറയുന്നതാണ്. ഓക്കെ, LVM-3M5 അവ ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബാഹുബലി എന്ന് വിളിക്കുന്ന വിക്ഷേപണ വാഹനമാണ് LVM-3M5 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വിക്ഷേപണ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപഗ്രഹം എന്തായിരിക്കും, അത് ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക. അപ്പോൾ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് CMS-03. അത് വിക്ഷേപിച്ചിരിക്കുന്നത് ISROയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള LVM-3M5-ലാണ്. 2025 നവംബർ 2-നാണ് അത് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03. ഇതിൻ്റെ മിഷൻ ഡയറക്ടറായി പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു മലയാളിയാണ്, വിക്ടർ ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ മിഷൻ ഡയറക്ടർ വിക്ടർ ജോസഫ് എന്ന് പറയുന്ന മലയാളിയാണ് CMS-03യുടെ CMS കോളേജിൽ പഠിക്കുന്ന ഒരു വിക്ടർ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ഓർമ്മിച്ചു നോക്കുക. CMS കോളേജ് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാലയമാണ്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരാൾ വിക്ടർ, അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹം പിന്നീട് ISROയിലെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് പോയി എന്ന് പറയുന്ന രീതിയിൽ ഓർമ്മിച്ചു നോക്കുക. അപ്പോൾ വിക്ടർ CMSുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. CMSൻ്റെ മിഷൻ ഡയറക്ടറാണ് വിക്ടർ ജോസഫ്. ഓക്കെ, ശ്രീഹരിക്കോട്ട നമുക്കറിയാം, ഇന്ത്യയുടെ ISROയുടെ പ്രധാനപ്പെട്ട എല്ലാ വിക്ഷേപണങ്ങളും നടക്കുന്നുള്ളത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ ഇതും അവിടെ തന്നെയാണ്. ഏകദേശം 4400 കിലോഗ്രാമാണ് CMS-03യുടെ ഭാരം എന്ന് പറയുന്നത്. ഇതിൻ്റെ ദൗത്യ കാലാവധി 15 വർഷമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, CMSുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ഒരു കാര്യം കൂടി ഓർമ്മിച്ച് വെക്കണം, CMS എന്ന് പറയുന്നത് ഒരു ഭൂസ്ഥിര ഉപഗ്രഹമാണ്. ഓക്കെ, ഒരു ഭൂസ്ഥിര ഉപഗ്രഹമാണ്. ഈ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭൂസ്ഥിരം? ഭൂസ്ഥിരം എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്നാണ് നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹത്തിന് നമ്മൾ വിളിക്കുന്നുള്ളത്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് അല്ലെങ്കിൽ ഭൂസ്ഥിര ഭ്രമണപഥം? അതായത് ഭൂമിയുടെ ഒറ്റ നടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഭൂമിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുണ്ട്. ഇത് ഭൂമധ്യരേഖയാണ്. അപ്പോൾ ഭൂമധ്യരേഖക്ക് സമാന്തരമായിട്ട് സഞ്ചരിക്കുന്ന ഭ്രമണപഥത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഭൂസ്ഥിര ഭ്രമണപഥം എന്ന് വിളിക്കുന്നുള്ളത്, അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യ വിക്ഷേപിച്ചിരിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഭൂസ്ഥിര വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്നാൽ സൺ സിൻക്രോണസ് എന്ന് പറയുന്നതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നമുക്ക് പഠിക്കാം. പിന്നീട് മറ്റൊരു ഉപഗ്രഹത്തെ പഠിക്കുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച്